നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ കേട്ടോ. വിച്ചുവും മനുവെല്ലാം ഉണ്ട്. മനുവിൻ്റെ മുഖം ക്യാമറയിൽ പതിഞ്ഞാൽ ഫാൻസ് കൂടുന്നു പറഞ്ഞിട്ട് മനു മാറി നിന്നു. ഏട്ടനും മുത്തും കൂടെ സ്ഥലമൊക്കെ വൃത്തിയാക്കി ചെത്തിക്കല്ലൊക്കെ കൊണ്ടുവന്ന് നല്ല പണി തുടങ്ങി കേട്ടോ. നമ്മുടെ അടുത്ത് മുന്നേ ഒരു ടയറും കൊണ്ടുണ്ടാക്കിയ താമര ഉണ്ടായിരുന്നേ. അതാണ് അതിൻ്റെ നടുക്ക് വെക്കാൻ തീരുമാനിച്ചത്. ശ്രീൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ ഇത്. ഈ താമര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആണെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇതാ മണ്ണിട്ടു, ചകിരിച്ചോറിട്ടു, വളമിട്ടു, അങ്ങനെ ചെടി നടാൻ തുടങ്ങി. 10 മണിയാട്ടോ നടുന്നത്. നട്ട് ആമിയും മുത്തും എല്ലാവരും കൂടെ നടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ താമരേൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നടാൻ തുടങ്ങി. ആമ്പലില്ലാത്തത് മഹാഭാഗ്യം. പിന്നെ അതിൻ്റെ ബാക്കി സെറ്റിങ്സിന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാക്കപ്പൂ ഭംഗിയുണ്ടാവുമെന്നൊന്ന് വെറുതെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. കാക്കപ്പൂ ചെത്തി ആടെ കൊണ്ടുവച്ചപ്പം കിട്ടു. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കില്ല, ബാക്കി ഫുള്ള് കാക്കപ്പൂ പറിക്കാൻ വേണ്ടി പോയി. അങ്ങനെ മൊത്തം കാക്കപ്പൂ എല്ലാം പറിച്ച് വന്ന് ആടെ സെറ്റ് ചെയ്തു. ആമ്പൽ അതിൽ ഇറക്കി വെക്കുന്നത് ശ്രീജേഷാന്ന് അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ശ്രീ വന്നപ്പോൾ ശ്രീനെയും കൂട്ടി ആമ്പലെടുത്തതാ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നതാട്ടാ കാണുന്നത്. ആമയും ശ്രീയും കൂടെ കർമ്മം അങ്ങോട്ട് നിർവഹിച്ചു. നല്ലോണം വെള്ളം കലങ്ങുമെന്നാണ് വിചാരിച്ചേ, പക്ഷേ ഓക്കെ ആയിരുന്നു. അങ്ങനെ ആ കാക്കപ്പൂവും ആ 10 മണിയും ആ ആമ്പലും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഫുൾ പിടിച്ചതിന് ശേഷം അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും.